കുട്ടിക്കാലത്ത് എപ്പോഴും ഓർമ്മ വെച്ച കാലത്ത് അച്ഛനും മാമനും ചേട്ടനുമൊത്തൊരു ശബരിമല യാത്ര. ആ ഒരു യാത്രയിൽ കണ്ട് ഒരു കാഴ്ചകളും എൻ്റെ മനസ്സിലില്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ മുഖം മാത്രം എൻ്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. എത്ര കഠിന ഹൃദയനെയും മനസ്സലിയിക്കുന്ന, അല്ലെങ്കിൽ കണ്ടാലും കണ്ടാലും പിന്നെയും കാണാൻ തോന്നുന്ന ആ ഒരു രൂപം മനസ്സിലെവിടെയോ പതിഞ്ഞു പോയി. എന്തായാലും ഒരു മായാജാലം. ഓരോ മണ്ഡലമാസക്കാലം വരുമ്പോഴും മനസ്സിന് ആകെ ഒരു വിങ്ങലാണ്. എനിക്ക് മാത്രമായിരിക്കില്ലല്ലേ, ഓരോ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ എന്നാ ശബരിമലയിൽ ഒന്ന് പോകാൻ പറ്റുക, എന്നാ ഇനിയൊന്ന് അയ്യനെ കാണാൻ പറ്റുക, അല്ല ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആകെ മൊത്തം ഒരു സങ്കടമാണ്. എന്താണെങ്കിലും ഇത്തവണ എൻ്റെ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗണേശ പண்டிകയ്ക്ക് ഞാൻ എല്ലാ ഗണേശയും പോയി കാണാറുണ്ടെങ്കിലും എൻ്റെ മനസ്സ് നിറഞ്ഞൊരു കാഴ്ച ഇതായിരുന്നു കേട്ടോ. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ശബരിമല തന്നെയാണ് കേട്ടോ. ശരിക്കും 18 പടികൾ ചവിട്ടി നമ്മൾ മേലെ ചെന്ന് കാണുന്നത് അയ്യപ്പനെയും ഗണേശയും. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പണികളൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പണികളെല്ലാം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നമ്മുടെ ശബരിമല തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഒരു നിമിഷം ഞാനൊന്ന് നോക്കി നിന്നുപോയി കേട്ടോ, എത്ര ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ശബരിമലയിൽ വന്ന ഒരു ചെറിയ ഫീലൊക്കെ കിട്ടിയെന്ന് തന്നെ തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 18 പടികളും എല്ലാം തന്നെ അതേപോലെ അവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാലെങ്കിലും ഇവരുടെ ഈ ഒരു കഴിവിനെ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അധ്വാനത്തെ നമുക്കിന്ന് പ്രശംസിക്കുക തന്നെ വേണം അല്ലേ. അതുമാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു. മലയാളികളും എന്ന് വേണ്ട എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അകത്ത് നല്ല തിരക്കോടെ കൂടി തന്നെ നമ്മൾ അയ്യനെയും അതിനൊക്കെ തന്നെ ഗണേശയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. എന്താണെങ്കിലും എൻ്റെ മനസ്സ് നല്ല രീതിയിലൊന്ന് നിറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് ആണ് നമുക്കിത് ഇന്ന് സാധ്യമായിരിക്കുന്നത്. ഇനിയിപ്പോൾ ശബരിമലയിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ശബരിമലയിൽ നമ്മുടെ അയ്യനെ ഒന്ന് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ എന്നാലെന്താ ഇതിവിടെ നമുക്കൊരു ചെറിയ ശബരിമല ഒരുക്കി തന്ന ഈ ഒരു ടീമിന് എന്താണെങ്കിലും എനിക്ക് ഒരുപാട് നന്ദി പറയേണ്ടതായിട്ട് തോന്നിയത്. നമ്മൾ ഇനിയിപ്പോൾ 18 പടികൾ ചവിട്ടി താഴേക്ക് പോകാനായിട്ടോ. എന്താണെങ്കിലും മനസ്സ് നിറയുന്ന ഓരോ കാഴ്ചകളും നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്താണെങ്കിലും എല്ലാവർക്കും നമ്മളുടെ ഈ ബാംഗ്ലൂരിലെ ഒരു കുഞ്ഞു ശബരിമല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.